Welcome to the eye-opener video of Thanam Smart Savings and Investment Solution. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഓഹരി വില ഇപ്പോൾ തീ പോലെ പറക്കുകയാണ്. കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻ കൊണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഓഹരി വില ഏതാണ്ട് 1400 നിന്ന് 2000 മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഓഹരി വിലയിൽ ഒരു വലിയ സർജ് ഉണ്ടായിരിക്കുന്നു. ഇത് 9 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ ഒരു അപ്വേർഡ് ട്രെൻഡിന് പിന്നിൽ എന്തായിരിക്കും കാരണം? ഇത് കമ്പനിയുടെ സാമ്പത്തികപരമായ നല്ലൊരു പെർഫോമൻസ് കൊണ്ടാണോ അതോ മറ്റു ചില ഫാക്ടേഴ്സ് കൂടി ഇതിന്റെ പുറകിലുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനെല്ലാമുള്ള ഒരു ഉത്തരമായിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇതിൽ ഈ ഒരു സംശയങ്ങൾക്കുള്ള മറുപടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സിനായിട്ട് കാത്തിരിക്കുക. അതുപോലെ മാർക്കറ്റിൽ എപ്പോഴും ഇതുപോലെയുള്ള അപ്ഡേറ്റ്സുകൾ നമുക്ക് മുമ്പിൽ ആദ്യം എത്തുന്നു എന്ന് ഉറപ്പാക്കുക. അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് തരാനും കഴിയും. അതിലൂടെ പുതിയ അപ്ഡേറ്റുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു കുതിച്ചുചാട്ടത്തിന് പിന്നിലെ പ്രധാന ഫ്യൂവൽ നൽകിയ കാര്യത്തെക്കുറിച്ച് നമുക്ക് ഡീപ്പായിട്ട് ചർച്ച ചെയ്യാം. ഈ ഒരു ജമ്പിന് പിന്നിൽ ശരിക്കും എന്താണ് സംഭവിച്ചത്? ഇത് വെറും ഒരു Q4 റിസൾട്ട് വന്നതിന്റെ ആഫ്റ്റർ എഫക്ട് മാത്രമാണോ, അതോ ഓഹരി വിപണിയിൽ ഇപ്പോൾ നടക്കുന്ന വലിയ ഡിഫൻസ് സ്റ്റോക്ക് റാലി ഇതിന് ഒരു എക്സ്ട്രാ ഫ്യൂവൽ നൽകിയിട്ടുണ്ടോ എന്നുകൂടി നമുക്ക് ഇതിലൂടെ പരിശോധിക്കാം. ഈ ഒരു വേവ് തുടർന്നു പോവുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും എത്ര കണ്ട് പ്രോഫിറ്റ് നേടാൻ കഴിയും? മാർക്കറ്റ് എവിടെ വരെ എത്തും? കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു കുതിച്ചുചാട്ടത്തിന് പിന്നിലുള്ള ആ ശരിയായ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനായി അതിന്റെ ഫണ്ടമെന്റൽസിനെ പറ്റി നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. കേരളത്തിലെ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഷിപ്പ് ബിൽഡിംഗ് റിപ്പയർ ഫെസിലിറ്റികളിൽ ഒന്നാണ്. 1972 എസ്റ്റാബ്ലിഷ് ചെയ്ത ഈ സ്ഥാപനം ഇന്ത്യയുടെ മാരിടൈം കേപ്പബിലിറ്റീസ് വർദ്ധിപ്പിക്കുന്നതിൽ ഒരു നിർണായകമായ റോള് വഹിച്ചിട്ടുണ്ട്. അത്യാധുനികമായ വെസൽസ് നിർമ്മിക്കുന്നത് മുതൽ കൊമേഴ്ഷ്യൽ ഡിഫൻസ് സെക്ടേഴ്സുകൾക്കായിട്ടുള്ള പ്രധാനപ്പെട്ട റിപ്പയർ വർക്കുകൾ വരെ CSL ചെയ്തു നൽകാറുണ്ട്. സ്റ്റോക്ക് പെർഫോമൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഡിഫൻസ് സെക്ടറിലെ ഓപ്പർച്യൂണിറ്റീസിൽ ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് വർദ്ധിച്ചു വരുന്നതിന്റെ റിഫ്ലക്ഷൻ ആണ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഓഹരികളിൽ കാണിക്കുന്നത്. കഴിഞ്ഞ ഒരു 5-6 സെഷനുകളായി ഓഹരി വില 15% തന്നെ ചില ദിവസങ്ങളിൽ ഉയർന്നിരുന്നിട്ടുണ്ട്. ഇത് വളരെ ശക്തമായ ഒരു റാലിക്ക് കാരണമായി. കഴിഞ്ഞ 30 ഡേയ്സിൽ ഓഹരി ഏകദേശം ഒരു 40% ഉയർന്നിട്ടുണ്ട്. അതേസമയം അതിന്റെ ഒരു 6 മന്ത്സ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 30% മുകളിലാണ് ഗെയിൻ കാണിക്കുന്നത്. മുൻകാലങ്ങളിലെ ചില ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു വർഷത്തിൽ മൊത്തത്തിൽ ഏതാണ്ട് 8.5% ഓഹരിയിൽ വർധനമുണ്ടായിരിക്കുന്നത്. സ്ട്രാറ്റജിക് കൺസ്ട്രക്ഷൻസ്, ഡിഫൻസ് സെക്ടറിലെ മൊമെന്റം, അതുപോലെ തന്നെ സ്ട്രോങ് ക്വാർട്ടർലി റിസൾട്ട് എന്നിവ കാരണം ഈ ഒരു കൺസിസ്റ്റന്റ് പെർഫോമൻസ് കൂടുതൽ ശ്രദ്ധ നേടും. അടുത്തിടെ ഉണ്ടായ ചില പ്രധാന ഡെവലപ്മെന്റ്സിൽ ഒന്ന് CSLന്റെ ഓഹരി വിലയിൽ വലിയൊരു ജമ്പ് ഉണ്ടായി എന്നുള്ളതാണ്. മെയ് 16 ഇത് ഏതാണ്ട് 12% ഉയർന്ന് ഓഹരി വില ഏതാണ്ട് 2045 രൂപ എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് 2024 ഓഗസ്റ്റ് 28 ശേഷമുള്ള ഏറ്റവും ഉയർന്ന പ്രൈസ് ആണ്. ഈ ഒരു സർജിന് പിന്നിലെ ഫാക്ടേഴ്സ് നമുക്ക് പരിശോധിക്കാം. എക്സലന്റ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ Q4 റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റിലും റവന്യൂവിലും വളരെ വലിയ ഗ്രോത്ത് ആണ് ഉണ്ടായിരിക്കുന്നത്. എന്നിരുന്നാലും അവരുടെ മാർജിൻ കുറഞ്ഞു. അതുപോലെ തന്നെ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 11% ആയിട്ട് ഉയർന്ന് 287.19 കോടിയായി. അതേസമയം റവന്യൂ 36.6% വർദ്ധിച്ച് 1757.65 കോടി രൂപയായി. എന്നാൽ എബിറ്റഡയിൽ 8% ഡ്രോപ്പ് ആണ് ഉണ്ടായത്. ഇത് 289.19 ക്രോറിൽ നിന്ന് 265.78 കോടിയായി കുറഞ്ഞു. എബിറ്റഡ മാർജിൻ കഴിഞ്ഞ വർഷത്തെ 22.5 നിന്ന് 15.1 കുറഞ്ഞു. അടുത്തായി ഷാങ് സ്ട്രാറ്റജീസ് കൊളാബറേഷൻസ്. ഗ്ലോബൽ ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിലെ ഇന്ത്യയുടെ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ CSL സൗത്ത് കൊറിയയിലെ HD ഹുണ്ടായുമായി ഏകദേശം 10,000 കോടി രൂപയുടെ ഒരു ഷിപ്പ് ബിൽഡിംഗ് പ്രോജക്റ്റിനെ കുറിച്ച് ഡിസ്കഷൻ നടത്തുകയാണ്. ഡിഫൻസ് സെക്ടറിന്റെ മൊമെന്റം, ഓപ്പറേഷൻ സിന്ദൂറിന്റെ സക്സസ്ഫുൾ എക്സിക്യൂഷനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എൻഡോഴ്സ്മെന്റും ഇന്ത്യയുടെ ഡിഫൻസ് മാനുഫാക്ചറിംഗ് സെക്ടറിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നവരുടെ കോൺഫിഡൻസ് വളരെയധികം ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് CSL പോലെയുള്ള കമ്പനികൾക്ക് വളരെയധികം ബെനിഫിറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. CSLന്റെ അടുത്ത കാലത്തെ അച്ചീവ്മെന്റ്സിൽ ഇന്ത്യൻ മാരിടൈം ഇൻഡസ്ട്രി അതിന്റെ ക്രൂഷ്യൽ റോളും വളർന്നുകൊണ്ടിരിക്കുന്ന ഗ്ലോബൽ ഷിപ്പ് ബിൽഡിംഗ് ലാൻഡ്സ്കേപ്പിൽ സസ്റ്റൈനബിൾ ഗ്രോത്തിനുള്ള പൊട്ടൻഷ്യലും എടുത്തു കാണിക്കുന്നുണ്ട്. ഈ ഒരു വളരെ വലിയ മൊമെന്റത്തിന് ശേഷം ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഒന്നാമതായി പ്രോഫിറ്റ് ബുക്കിംഗ്.
വലിയ നേട്ടങ്ങൾക്ക് ശേഷം ഇൻവെസ്റ്റേഴ്സ് പ്രോഫിറ്റ് ബുക്കിംഗിലേക്ക് ഏർപ്പെടുന്നതിനാൽ CSLന്റെ ഷെയർസിന് ഒരു ഇടിവ് വരാൻ സാധ്യതയുണ്ട്. ഇത് സാധാരണയായി സ്റ്റോക്കിന്റെ ഒരു അപ്പ് മൂവ്മെന്റിന് ശേഷം സാധാരണയായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. വാല്യുവേഷൻ ആശങ്കകൾ നോക്കുകയാണെങ്കിൽ CSLന്റെ ഓഹരി അമിതമായി വിലമതിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു സാഹചര്യം കൂടി നമുക്ക് കണക്കാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ചിന്തിക്കുന്ന അനലിസ്റ്റുകളും കുറവല്ല. ആൽഫ സ്പ്രെഡ് പോലെയുള്ള അനലിസ്റ്റുകൾ ഇൻട്രൻസിക് വാല്യൂ 742.38 കണക്കാക്കുന്നു. ഇത് നിലവിലെ മാർക്കറ്റ് പ്രൈസുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഏകദേശം 63% അധിക മൂല്യത്തിലായിരിക്കാം എന്ന് സൂചിപ്പിക്കുന്നു. ഓപ്പറേഷണൽ കോസ്റ്റ് സമ്മർദ്ദങ്ങൾ നോക്കുകയാണെങ്കിൽ വരുമാന വളർച്ച ഉണ്ടായിരുന്നിട്ടും വർദ്ധിച്ചു വരുന്ന പ്രവർത്തന ചെലവുകൾ CSLന്റെ ലാഭക്ഷമതയെ ബാധിച്ചിരുന്നു. ഇത് എബിറ്റിഡ പാറ്റ് മാർജിനിൽ കുറവുണ്ടാക്കി. വർദ്ധിച്ചു വരുന്ന ഇൻപുട്ട് ചെലവുകൾക്കിടയിലും കോസ്റ്റ് മാനേജ്മെന്റിലെ വെല്ലുവിളികളെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സ് കൺസിഡറേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ CSLന്റെ ശക്തമായ ഓർഡർ ബുക്കും തന്ത്രപരമായ കൊളാബറേഷൻസും ഭാവിയിലെ വളർച്ചയ്ക്ക് ശുഭസൂചനകൾ നൽകുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് നിലവിലെ വാല്യുവേഷൻസിലെ നിലവാരവും ഓപ്പറേഷൻ വെല്ലുവിളികളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കമ്പനിയുടെ കോസ്റ്റ് മാനേജ്മെന്റ് സ്ട്രാറ്റജീസും പുതിയ പദ്ധതികളുടെ എക്സിക്യൂഷനും വിലയിരുത്തുന്നതിന് അതിന്റെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്നതും നിർണായകമായിരിക്കും. പോസിറ്റീവ് ഇൻഡസ്ട്രി ഔട്ട്ലുക്ക് പ്രതിരോധ ഓർഡറുകളിൽ ഗണ്യമായ വർധന ഉണ്ടാക്കുമെന്ന് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നു. ഇത് 2027 ആകുമ്പോഴേക്കും 3 ഇരട്ടി വരെയാകാൻ സാധ്യതയുണ്ട്. സർക്കാർ പ്രതിരോധ ചെലവുകളുടെയും ആധുനികവൽക്കരണ സംരംഭങ്ങളുടെയും വർധനവിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ ഒരു പ്രൊജക്ഷൻ. ഇത് CSL പോലെയുള്ള കമ്പനികൾക്ക് വളരെയധികം പ്രയോജനകരമായിരിക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഡിവിഡന്റ് 2025 മെയ് 15 നടന്ന യോഗത്തിൽ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് 5 രൂപ ഫേസ് വാല്യൂ ഉള്ള ഓരോ ഓഹരിക്കും 2.25 രൂപ ഇടക്കാല ലാഭവിഹിതം ശുപാർശ ചെയ്തിരുന്നു. വാല്യുവേഷൻ ഡിഫറൻസ് വലിയ തിരുത്തലിന് ഇടയാക്കാൻ സാധ്യതയുണ്ട് എന്ന് ചില അനലിസ്റ്റുകളുടെ അഭിപ്രായം ഉണ്ടെങ്കിലും വളരെ നല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിനെ നമുക്ക് കാണാൻ കഴിയും. മറ്റ് മൂവിംഗ് ആവറേജുകൾ നമുക്കിവിടെ നോക്കാം. 50, 100, 200 മൂവിംഗ് ആവറേജ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ആസൂത്രിതമായ വളർച്ചാപാത, ശക്തമായ ഓർഡർ ബുക്ക്, പ്രതിരോധ മേഖലയിലെ മുന്നേറ്റം, തന്ത്രപരമായ അന്താരാഷ്ട്ര കൊളാബറേഷൻസ് എന്നിവ ഭാവിയിൽ ഓഹരിയുടെ മികച്ച വളർച്ചാ പ്രോസ്പെക്ടസിനെ സൂചിപ്പിക്കുന്നു. എന്നാൽ കോസ്റ്റ് കൺട്രോളിലും മാർജിൻ ഇംപ്രൂവ്മെന്റിലും കമ്പനി കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. നിലവിലെ ഓഹരി വില അടിസ്ഥാന മൂല്യത്തെക്കാൾ ഉയർന്ന നിലയിലായതിനാൽ പുതിയ ഇൻവെസ്റ്റേഴ്സ് ജാഗ്രത പാലിക്കേണ്ടതായും ഉണ്ട്. വിപണിയിലെ മാറ്റങ്ങൾക്കും ലാഭമെടുപ്പിനും കോസ്റ്റ് പ്രഷറിനും സാധ്യതയുണ്ട് എന്നും ഫണ്ടമെന്റൽ വിശകലനവും വാല്യുവേഷനും നിർണായകമാണ് എന്നതിനാലും ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ശ്രദ്ധാപൂർവമായ ആലോചനയ്ക്ക് ശേഷം വേണം എടുക്കേണ്ടത്. അപ്പോ CSL നിങ്ങൾക്ക് വാങ്ങാവുന്ന ഒരു ഓഹരിയാണോ അതോ കാത്തിരിക്കേണ്ട ഓഹരിയാണോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള അനാലിസിസുകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നു. ദിവസവും നിങ്ങൾക്ക് കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.